നമസ്കാരം. തോറ്റ് മാളത്തിലിരുന്നതൊക്കെ ഓരോന്നായി പുറത്തിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഉന്നതങ്ങളിലെത്തിച്ച എക്സ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ആക്ഷേപവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വേറെവർ വി.ഡി. സതീശൻ ഗോസ് ഹി ക്യാരീസ് ഹിസ് ഫാദേഴ്സ് നെയിം ഓൺ ഹിസ് ഹെഡ്. അതാണ് ചേച്ചിക്ക് സഹിക്കാൻ പറ്റാത്തത്. സതീശനായി മാറിയത് കേവല യാദൃച്ഛികതയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി അയാളുടെ മുഴുവൻ പേരും ഒന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. മേനോൻ, നായർ, നമ്പൂതിരി ഈ വക വാലുകളൊന്നും ഒരു കാലത്തും ഉപയോഗിച്ചുകൂടാ. എന്നാൽ ജാതി തിരിച്ചുള്ള സംവരണങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് അത്രയും. ആ സമയത്ത് ജാതി പറയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല, അല്ലേ ചേച്ചി? ചില സമയങ്ങളിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ജാതി പേര് ഉപയോഗിക്കേണ്ടതിൻ്റെ അത്യാവശ്യമുള്ള സമയത്താണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അത് തെറ്റ്, അത് ജാതിയുടെ ധാർഷ്ട്യം. ഏതായാലും ബിന്ദു ചേച്ചി വിഷമിക്കേണ്ട. അദ്ദേഹം പോകുന്നിടത്തെല്ലാം വീടും തലയിൽ ചുമന്നുകൊണ്ട് പോകാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളെല്ലാം സ്മൂത്തായി ചെയ്തോളൂ. നിങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചത് കൊണ്ടാണല്ലോ ജനം കൂടോടെ വീട്ടിലിരുത്തിയത്. ജനങ്ങളുടെ ആ തീരുമാനത്തെ എങ്കിലും ഒന്ന് മാനിക്ക്. നോക്കിയപ്പോൾ വേറെ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ജാതി എങ്കിൽ ജാതി, അതേ കയറി പിടിക്കാമെന്ന് കരുതി. വി.ഡി. സതീശൻ കൃത്യമായിട്ട് ഇതിന് മറുപടി തന്നിട്ടുണ്ടല്ലോ. എൻ്റെ അച്ഛൻ്റെ പേരാണ് ദാമോദര മേനോൻ, അതാണ് ഞാൻ വായിച്ചത്. എൻ്റെ അമ്മയുടെ പേര് കൂടി വായിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നതാണ് എൻ്റെ സങ്കടമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരം ഏൽക്കുകയല്ലേ, അത്രയും മഹത്തായ ഒരു സന്ദർഭമല്ലേ. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അച്ഛൻ്റെ മുഴുവൻ പേരും പറയണമെന്ന് തോന്നി അതങ്ങ് പറഞ്ഞു. അവിടെ അതങ്ങ് എക്സ്പാൻഡ് ചെയ്തു. വി.ഡി. എന്നുള്ളത് അങ്ങ് എക്സ്പാൻഡ് ചെയ്തു. അതിലിപ്പോൾ എന്താ ഇത്ര ചൊറിച്ചിലുണ്ടാകാനുള്ള കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. അപ്പം നിങ്ങളുടെ ഒന്നും ചെവിക്കല്ല പ്രശ്നം, മനസ്സിനാണ് പ്രശ്നം. ഈ നാട്ടിൽ വർഗീയത അത്രയും പറഞ്ഞുണ്ടാക്കുന്നതും അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുന്നതും നാടിനെ കലാപത്തിലേക്ക് നയിക്കുന്നതും നിങ്ങളുടെ ഒരൊറ്റ പ്രസ്ഥാനമാണ്. മനുഷ്യർ മനസ്സിൽ പോലും ചിന്തിക്കാത്ത പ്രശ്നങ്ങൾ അവരുടെ മനസ്സിലൊക്കെ ഉണ്ടാക്കിയെടുത്ത് അത് ആഘോഷിക്കുക. അതാണ് നിങ്ങളുടെ പതിവ്. മനുഷ്യരോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കാൻ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു ഗവൺമെന്റിനും ഒന്നാമത്തെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ഏതായാലും തോറ്റ മന്ത്രിക്ക് നാക്കുണ്ടായിരുന്നു എന്നിപ്പോൾ മനസ്സിലായി. പാവങ്ങളെ നോക്കണം, കാണണം, അവരോടാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. നമ്പർ 1 ഉത്തരവാദിത്വം അവരോടാണ്. ഇതൊക്കെ ഇപ്പം നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷം എന്ത് ചെയ്യുമായിരുന്നു ചേച്ചി? ചേച്ചിയും 5 വർഷം സർവീസിലുണ്ടായിരുന്നല്ലോ. ഈ പാവപ്പെട്ടവരെ ഒന്നും കണ്ടില്ല അല്ലേ? പുച്ഛവും കളിയാക്കലും വർഗീയതയും കുശുമ്പും മാത്രമേ കയ്യിലുള്ളൂ. അതിനുള്ള തിരിച്ചടി ജനങ്ങൾ കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും കുറവില്ല. നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പൂക്കി മുഖ്യമന്ത്രി എന്ന് എടുത്തെടുത്ത് പറഞ്ഞ് കളിയാക്കുകയാണ്. അന്ന് മനസ്സിലായി. ഈ പൂക്കി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ആൾക്ക് പിടിയുണ്ടോ? എവിടുന്ന് ഒരു വാക്ക് കിട്ടി അതെടുത്ത് വെച്ചങ്ങ് കാച്ചുക. പൂക്കി എന്നാൽ പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൾ എന്നൊക്കെയാ അർത്ഥം. മറ്റൊരാൾക്ക് പ്രിയപ്പെട്ടതാകാൻ വലിയ റിസ്ക് ഒന്നും ഇല്ല ചേച്ചി. നിങ്ങൾക്കും പൂക്കി ആകാമായിരുന്നു. കുറഞ്ഞ പക്ഷേ മനുഷ്യരെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ടൊന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു മനസ്സൊക്കെ കാണിച്ചുകൊണ്ട് അവരെ ഒന്ന് ചേർത്ത് നിർത്തിയാൽ മതിയായിരുന്നു. ഇരുന്ന് സുഖിച്ച സമയത്ത് ഇതൊന്നും ചെയ്തില്ലല്ലോ. എന്നിട്ട് ഇപ്പം മിടുക്കന്മാർ കയറി ആളുകളുടെ സ്നേഹവും വിശ്വാസവും ഒക്കെ പിടിച്ചു പറ്റുന്നത് കണ്ടപ്പോൾ കുശുമ്പ് സഹിക്കാൻ വയ്യാതെ പരദൂഷണം പരസ്യമായിട്ട് പറയാൻ ഇറങ്ങിയിരിക്കുക. ഒരു കാര്യം മനസ്സിലാക്കണം. സഖാക്കളേക്കാൾ വിദ്യാസമ്പന്നരും നിരീക്ഷണ പാഠവുമുള്ള പൊതുജനം നിങ്ങളുടെ ഓരോ ലീലാവിലാസങ്ങളും അപ്പോഴപ്പോൾ കണ്ട് വിലയിരുത്തിക്കൊണ്ടേയിരുന്നതാ. പട്ടിക്കാട്ട മുന്നിൽ കൊണ്ട് വെച്ചിട്ട് പാൽപ്പായസമാണെന്ന് ഇത്രയും തിരിച്ചറിവുള്ള പൊതുജനത്തോട് നിങ്ങൾ പറഞ്ഞില്ലേ? ആ പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് എല്ലാവരും വീട്ടിലിരിക്കുന്നത്. അത് മറന്ന് സഖാവ് പ്രസംഗിക്കരുത്. പിന്നെ കുറച്ച് വെയിലൊക്കെ കൊണ്ട് നടന്ന് പ്രസംഗിക്കുന്നത് നല്ലതാണ്, ശരീരത്തിനും ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഇങ്ങനെ തേരാപ്പാര നടക്കുന്നത് നല്ലതാണെന്ന്. അവരുടെ ഒക്കെ കാര്യം ഞങ്ങൾ ശരിയാക്കി തരാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണല്ലോ അധികാരത്തിലേറിയിട്ടുള്ളത്. അല്ല, ഭരണം പോയിട്ട് 1 മാസം പോലും കഴിഞ്ഞില്ല. അതിനു മുമ്പ് പൊതുവഴിയിലോട്ട് മൈക്കുമായിട്ട് അങ്ങ് ഇറങ്ങിയേക്കുക. ആശമാരൊക്കെ ഇവരുടെ ഇരിപ്പിടത്തിന് തൊട്ടു മുന്നിലാണ് 1 വർഷക്കാലം സമരം ചെയ്തത്. എന്നിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാതിരുന്ന കക്ഷിയൊക്കെയാണ് ഇപ്പം പാവങ്ങളോടുള്ള സ്നേഹവും ഉത്തരവാദിത്വവും ഒക്കെ പ്രസംഗിക്കുന്നത്. ഉളുപ്പ് ലേശമെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല. കാരണം ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം. പ്രതിബദ്ധത ഉയർത്തി പിടിച്ച്
പ്രൊഫസർ ഉൾപ്പെടെ 13 മന്ത്രിമാരും തോറ്റ് ചരിത്രം രചിച്ചു. വീണ്ടും പൊതുജനങ്ങൾക്ക് ശല്യം തന്നുകൊണ്ടിരിക്കുക. പിന്നെ ചേച്ചി, വിജയരാഘവൻ ചേട്ടൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിട്ടുണ്ടല്ലോ, അറിഞ്ഞായിരുന്നോ? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ 6 വരിപ്പാതയുടെ സൗകര്യം ഏറ്റവും കൂടുതൽ കിട്ടുക നമ്മളെ പ്രതിപക്ഷത്തിനാ. എന്താണെന്ന് വെച്ചാൽ പിണറായി മുഖ്യമന്ത്രി ആവുമല്ലോ. ആകുമല്ലോ എന്നല്ല, ആയല്ലോ. ഇപ്പൊ എങ്ങനെ പൂക്കി പ്രതിപക്ഷ നേതാവാകാം എന്നുള്ള ഗവേഷണത്തിലാ പുള്ളി എന്നാ അറിയാൻ സാധിക്കുന്നത്. ലാളിത്യം പരമാവധി ജനങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി പൈലറ്റും എസ്കോർട്ടും ഒന്നും എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട, ഞാനതൊക്കെ ത്യജിച്ചു എന്നാ പറയുന്നത് കേൾക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളത്തിലൊക്കെ ഒറ്റയ്ക്ക് കസേരയുടെ പുറത്ത് കുത്തിയിരിക്കുന്ന ഫോട്ടോകളും ഒക്കെ പുറത്ത് വിടുന്നുണ്ട്. പിന്നെ പൂക്കിയാകണമെങ്കിൽ പ്രധാനമായിട്ടും ചിരിക്കണമല്ലോ. ആ സിദ്ധി ഇല്ലല്ലോ, അതത്ര വശമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ചിരിക്കാനുള്ള, എങ്ങനെ ചിരിക്കാം എന്നുള്ള പഠനത്തിലാണ്, ട്രെയിനിങ്ങിലെങ്ങാണ്ടാണ് പുള്ളി. പിണറായി മുഖ്യമന്ത്രിയാവുമ്പോ ഒരു നിവേദനം കൊടുക്കണമെന്ന് ആഗ്രഹം കുഞ്ഞാലിക്കുട്ടിക്ക്, വി.ഡി. സതീശന്, രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാവില്ലോ. സ്വാഭാവികല്ലേ? പിന്നെ സ്വാഭാവികം. പാവം. പിണറായിക്ക് ഒരു നിവേദനം കൊടുക്കാൻ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി ഒരു കാർ കയറി 1 മണിക്കൂർ യാത്ര ചെയ്താൽ, 1.25 മണിക്കൂർ യാത്ര ചെയ്താൽ മലപ്പുറത്ത് എത്തും. ഇത് മറ്റേ അപ്പക്കച്ചവടത്തെ കടത്തി വെട്ടിയല്ലോ വിജയരാഘവൻ കൊച്ചാട്ടാ. മനസ്സിലായില്ലേ? പിണറായി വീണ്ടും മുഖ്യമന്ത്രി ആകുമല്ലോ. അപ്പോൾ 6 വരിപ്പാതയും 8 വരിപ്പാതയും 10 വരിപ്പാതയും ഒക്കെ ഇവിടെ അങ്ങ് പണിത് പൊക്കുമല്ലോ. അപ്പൊ പിന്നെ ദൂരെ ജില്ലകളിലുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ പിണറായിക്ക് നിവേദനം കൊടുക്കാൻ പെട്ടെന്ന് വരാൻ പറ്റുമല്ലോ. അതാണ് വിജയരാഘവൻ കൊച്ചാട്ടൻ പറഞ്ഞു വെക്കുന്നത്. അണ്ണാ, സ്വപ്നത്തിൽ നിന്ന് ഉണരണ്ണ, ഉണര്. വീട്ടിൽ തന്നെ ഉറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് സഖാവ് പിണറായി വിജയൻ. ഒരക്ഷരം പോലും തെറ്റിയില്ല. എല്ലാ എണ്ണത്തിനും കൂടോടെ വീട്ടിൽ കിടന്നുറങ്ങാനും വേണ്ടത്ര വിശ്രമിക്കാനുമുള്ള സൗകര്യം പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുത്തു. വിജയരാഘവൻ കൊച്ചാട്ടൻ ഏതായാലും ഉണർന്ന് ഒന്ന് മുഖമൊക്കെ കഴുകി ഒരു കട്ടൻ ചായയൊക്കെ കുടിക്കും. പിന്നെ ഞങ്ങളങ്ങോട്ട്